നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതാപൻ അമ്മാനോട് സംസാരിക്കുമ്പോ അവന്റെ ഇടയ്ക്കറി അങ്ങോട്ട് ഉണ്ടാക്കരുതെന്ന്. തലയ്ക്ക് വെളിവില്ലാത്ത രണ്ട് അമ്മാവന്മാര്. എന്താണ് പറഞ്ഞേ? അത് തന്നെയാ ഈ നോട്ടീസ് കണ്ടപ്പോ ഞാനും ആദ്യം ആലോചിച്ചത്. പക്ഷേ അത് നടക്കില്ല. ഇതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ. അയ്യോ, അപ്പൊ പിന്നെ മത്സരത്തെക്കുറിച്ചും ഒന്നാം സമ്മാനത്തെക്കുറിച്ചും ഒന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ? ഇതിനെന്തത്ര ആലോചിക്കാൻ? രാധയുടെ ശിക്ഷണത്തില് പാചകം പഠിച്ച ഒരാളില്ലേ ഇവിടെ? ആ ഒരാൾക്ക് മത്സരിക്കാലോ. ആര്? ഞാനോ? ഞാനോ? നീയല്ല, നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നാരോ? എന്താ രാവിലെ തന്നെ ഒരു മീറ്റിംഗ്? നീ നോട്ടീസ് നോക്കിയേ. ഈ പാചക മത്സരത്തിന് ഋതിക മാഡം മത്സരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഞാനോ? അതെ. ഞാനിങ്ങനെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? രാധമ്മ പറഞ്ഞു തന്നതുപോലെ കേട്ട് ഞാനെന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെ പാചകം അങ്ങനെ മറ്റൊരാള് പറഞ്ഞും കേട്ടുമൊക്കെയാ എല്ലാവരും പഠിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാ പാചകം പഠിച്ചത്. ഒരുപാട് പേരെ ഞാൻ പാചകം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു പ്രത്യേക രുചി മോളുണ്ടാക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങൾക്കും ഉണ്ട്. മോളുണ്ടാക്കിയ കറികൾ കഴിച്ചിട്ട് വർമ്മ സാറെന്ന് പറഞ്ഞില്ലേ, പണ്ടെപ്പോഴോ കഴിച്ചിട്ടുള്ള രുചിയുള്ള ഭക്ഷണത്തിന്റെ ഓർമ്മ വന്നൂന്ന്. അതാണ് മോളുടെ കൈപുണ്യം. അത് ചിലപ്പോ പാരമ്പര്യാവാം, ചിലപ്പോ ദൈവത്തിന്റെ അനുഗ്രഹമാവാം. അതെ, ഋതികാമാട് ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി നാവി തൊടുമ്പോ നാവിന്റെ എല്ലാ രുചിമുകുളങ്ങളിലും കൊതിയൂരും. മോള് മത്സരിക്കണം. ഒരുപാട് പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ രാധമ്മ മോളെ പഠിപ്പിക്കാം. ചിലതൊക്കെ മോളെ കൊണ്ട് തന്നെ നേടാൻ ദൈവമായിട്ട് തന്ന ഒരു അവസരാന്നാ എനിക്ക് തോന്നുന്നത്. സാധിക്കും മാഡം. മാഡം ഒന്ന് ഉഷാറായേ. ഇനി എന്താ ഋതിക ഇത്രയ്ക്ക് ആലോചിക്കാൻ? ഞാൻ മത്സരിക്കാം രാധമ്മേ. ദൈവമേ, 25 ലക്ഷം വരാൻ പോകുന്നേ. ഞാൻ ജേട്ടനെ വിളിക്കട്ടെ. രാജു, ഈ സാധനങ്ങളും നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങളും മതിയാവില്ലടാ. നീ വേഗം മാർക്കറ്റിലേക്ക് പോ. ലിസ്റ്റ് പ്രിയ അയക്കും. അതിനെന്തിനാ രാജു പോകുന്നേ? ഞാൻ ജേട്ടനെ വിളിച്ചു പറയാം. ജേട്ട സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്നോളും. എന്നാ നിങ്ങൾ വാ പിള്ളാരെ, സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റേ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ശരി അമ്മ ഒരു ചായ. രാജു. വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ സന്തോഷിക്കാൻ പാടില്ലേ? നീ എന്തിനാ എന്നെ നോക്കണേ? അല്ല, സന്തോഷത്തിന്റെ കൂടെ അച്ഛന്റെ മുഖത്തെന്താ ഒരു കള്ളലക്ഷണം? കളലക്ഷണം? എന്ത് കളലക്ഷണം? ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. നീ ഒന്നും പാടായിരുന്നു. അവരൊരു ലക്ഷണ നോട്ടക്കാരൻ വന്നേക്കണത്. പോടായിരുന്നു. അങ്ങനെ പത്മാവതി മാഡം വിചാരിച്ച പോലെ തന്നെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു കിട്ടി. ഇനി അങ്ങോട്ടും മുന്നോട്ടും കൂടെ ഉണ്ടാവണേ എന്റെ ഗുരുവായൂരപ്പ. ഓ, അപ്പൊ ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴി എല്ലാവരും കണ്ടെത്തി കഴിഞ്ഞു. എങ്ങാനും അവളെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ജയിക്കോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം.
ഏറെക്കുറെ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ നേരിട്ടിറങ്ങി ജനങ്ങളെ കണ്ടു. എല്ലാവരും തൃപ്തരാണെന്ന് അറിയുമ്പോ, നമ്മുടെ ശ്രമങ്ങളൊന്നും പാഴാവുന്നില്ലെന്ന് മനസ്സിലാവുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഫീലിംഗാ. എങ്കിൽ ശരിയിടോ, ശേഖരൻ കുറെ ഫയലുകളുമായിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. എന്താണെന്ന് ചോദിക്കട്ടെ? ഓക്കെ. എന്താ ശേഖര? ചേട്ടാ, ഇതേ നമ്മുടെ മില്ലിലെയും ഫാക്ടറിയിലെയും ഒക്കെ കണക്കുകളാ. അല്ല, ഇതൊക്കെ നീ നന്നായി ക്രോസ് ചെക്ക് ചെയ്തല്ലേ? അതെ. പിന്നെ എന്തിനാ ഞാനും കൂടി ഇനിയിപ്പോ ഇത് നോക്കുന്നേ? ലാഭവും നഷ്ടവും വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാ പോരെ? ലാഭം വല്ലതും ഉണ്ടോ ശേഖര? ഉണ്ട് ചേട്ടാ. ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി തുടങ്ങി. ഗുഡ്. ഇതാണോ നീ ഫാക്ടറി ഇറക്കിയ മെയിൻ്റനൻസ് സാധനങ്ങളുടെ ലിസ്റ്റ്? അതെ. ഇത്രയും റേറ്റ് താഴ്ത്തി നീ എടുത്തോ? അത് മെയിൻ്റെനൻസ് നടക്കുന്ന മറ്റു 4 ഫാക്ടറിയിലെ ഓണറുമായി സംസാരിച്ച് ഒരുമിച്ചെടുത്തപ്പോ കിട്ടിയ സ്പെഷ്യൽ റേറ്റാ. രാജുവിന്റെ ഐഡിയ ഇത്. അവൻ ഈ ഇലക്ഷൻ തിരക്കിനിടയിലും ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? അതിപ്പോ ചേട്ടനും അങ്ങനെയല്ലേ? ഇലക്ഷന് വരുന്നതെന്ന് ഓർത്ത് വല്ല ടെൻഷനും ചേട്ടനുണ്ടോ? ചേട്ടനല്ലേ അവന്റെ ഗുരു. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കുമല്ലോ അവനും. പ്രതാപേട്ട, വെള്ളം. ഇത് നല്ല മെച്ചമുണ്ട് ശേഖര. ഇങ്ങനെ പോയാ 1-2 മാസം കൊണ്ട് ഫാക്ടറി ലാഭത്തിലാവും. അല്ല, ഇത്ര പെട്ടെന്ന് ഫാക്ടറി ലാഭത്തിലായോ? ആയില്ല, ആവാൻ പോകുന്നു. അന്ന് ചേച്ചിയുടെ വാക്ക് കേട്ട് ആ ബിസിനസ് ദീപകിന് കൊടുക്കാതിരുന്നത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. എത്ര പെട്ടെന്നാ ഫാക്ടറിയുടെ അക്കൗണ്ട്സ് ഗ്രാഫ് ഉയർന്നത്. ഫാക്ടറി ഞാനാണ് നടത്തിയിരുന്നെങ്കിലേ പ്രോഫിറ്റ്സ് ഒക്കെ ഇതിന്റെ ഇരട്ടിയായനെ. അതെനിക്കും സംശയമില്ലാത്ത കാര്യമാ. ഫാക്ടറി അടച്ചുപൂട്ടി പോയാ പിന്നെ അതിന് ചിലവുകളൊന്നും വരില്ലല്ലോ. അത് അത്രയും ലാഭം. അമ്മാവിനെ ഈയിടെ എന്നെ തീരെ മതിപ്പില്ല. ഒരു കാര്യവും എന്നെ ഏൽപ്പിക്കുന്നില്ല. തരം കിട്ടുമ്പോഴൊക്കെ എന്നെ ഇൻസൾട്ടും ചെയ്യും. എല്ലാം ഞാനങ്ങ് സഹിക്കുമ്പോഴേ അമ്മാവിന് ഒരുപാട് എന്റെ തലയിൽ കയറല്ലേ. എന്താണ് നീ പറഞ്ഞത്? ചേട്ടന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? താൻ പോടോ അവിടുന്ന്. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതാപൻ അമ്മാവനോട് സംസാരിക്കുമ്പോ അവന്റെ ഇടയ്ക്കറി അങ്ങോട്ട് ഉണ്ടാക്കരുതെന്ന്. തലയ്ക്ക് വെളിവില്ലാത്ത 2 അമ്മാവന്മാര്. എന്താണ് പറഞ്ഞേ? ഭീടമ്മാവ. ദീപകേ, എടാ മതി, നിർത്ത്. നിങ്ങൾ മിണ്ടി പോരുത്. ഞാൻ മര്യാദയ്ക്ക് അവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്നതാ. അപ്പൊ ഇവിടെ മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, പൂർവ്വസ്വത്തിന് നിധിയുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് നിങ്ങളല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായേ? ന്യൂ ജനറേഷൻ വൈബ് എന്താണെന്ന് അറിയാത്ത ഈ ഫൂൾസിന്റെ ഇടയിൽ കിടന്ന് നരയിക്കുവാ ഞാൻ. മതി, നിർത്തടാ. ദേ, ഇനി എന്റെ നേരെ നിങ്ങളുടെ ശബ്ദം പൊങ്ങിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.